Hi, welcome to AMIYAS KITCHEN. ഇന്ന് നമുക്ക് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 500 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ളതിൻ്റെ വെയിറ്റാണ് 500 ഗ്രാം ഉള്ളത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. സാധാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്. ഇതൊരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു 8 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് അടിച്ചെടുത്തതാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതും കൂടി ഇട്ടും കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ മസാലകളെല്ലാം ചെമ്മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിന് ശേഷം നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുത്താൽ മതി, വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ മാത്രം ഓയിൽ എടുത്താൽ മതി. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഈ വെളിച്ചെണ്ണ ഒക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്തെടുത്ത ചെമ്മീന് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് സമയത്ത് ഈ രീതിയിൽ തന്നെ കുക്ക് ചെയ്യുക. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വരും. വേറെ വെള്ളമൊന്നും ഒഴിക്കരുത്. ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ആ മസാലയിൽ കിടന്നിട്ട് നന്നായിട്ട് ഇത് വെന്ത് ആ മസാല ഒക്കെ ചെമ്മീനിൽ നന്നായിട്ടൊന്ന് പിടിച്ച് വരുന്ന വിധത്തിൽ നമുക്കിത് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മൾ ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് അതിലെ മസാല ഒക്കെ കറക്റ്റ് ഇതിൽ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഈ ചെമ്മീനൊന്ന് മാറ്റി കൊടുക്കാം. ഞാൻ ഈ ചെമ്മീനൊക്കെ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 നുള്ള് ഉലുവ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഒരു 3 ഉണക്കമുളക് കൂടി പൊട്ടിച്ചിങ്ങായിട്ട് അതും ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്താണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകഴിഞ്ഞിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണം. ഈ തേങ്ങാക്കൊത്തിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു 10 അല്ലി വെളുത്തുള്ളിയും ചതച്ചെടുത്തതാണ്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് വഴറ്റണം. ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 സബോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. ഇത് നന്നായിട്ട് ഈ സബോള ഒന്ന് വഴണ്ടി വരുന്ന വരെ നമുക്കിത് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം. കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പം നമ്മളിത് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കുറച്ച് നേരം കൂടി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റണം. നമ്മുടെ സബോളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്യാം. മസാലയുടെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ മസാലയുടെ കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റണം. ഇനി നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണ വരെ കുറച്ച് സമയം നമുക്കിത് അടച്ചു മൂടിയായിട്ട് കുക്ക് ചെയ്യാം. നമുക്കിത് അടച്ചു മൂടി വെച്ചിട്ട് കുറച്ച് സമയം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. എരിവൊക്കെ ഓരോരുത്തരുടെ താല്പര്യമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഈ ചെമ്മീൻ ഈ മസാലയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, കാരണം നമ്മൾ ചെമ്മീൻ ഓൾറെഡി വേവിച്ചതാണ്. ഇത് ഈ രീതിയിൽ തന്നെ കുക്ക് ചെയ്തെടുത്താൽ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇത് ചെമ്മീനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ്. ശരിക്കും നല്ല ടേസ്റ്റ് തന്നെയാണ് ഇത് കഴിക്കാൻ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റേജിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതിലേക്കൊരു അല്പം പച്ചവെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ജസ്റ്റ് ഇതൊന്നും കൂടി മിക്സ് ചെയ്യാം. ഇതെല്ലാം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാം. ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്